നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ലളിതഗാനത്തിനെ കുറിച്ചും താളത്തിനെ കുറിച്ചും പറയുകയുണ്ടായി. എങ്കിലും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടാകും. ലളിതഗാനത്തിന്റെ ആദ്യ രൂപം, ഇന്ന് കാണുന്ന ലളിതഗാനത്തിന്റെ ആദ്യ രൂപം നാടക ഗാനങ്ങളിലൂടെയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. പക്ഷേ ലളിതം എന്ന ഒരു സങ്കല്പം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെയുണ്ട്. പുരന്ദരദാസിന്റെ കാലം മുതൽക്ക് തന്നെ ഉണ്ടായി എന്ന് പറയാം. അതിന്റെ ഫലമായിട്ടാണ്, ഈ ലളിതം എന്ന ഒരു ആശയത്തിന്റെ ഫലമായിട്ടാണ് പദങ്ങള്, അതേമാതിരി ഭജൻസ് ഒക്കെ സംജാതമായത്. ഇപ്പോ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികള്, ഇരയിമ്മൻ തമ്പിയുടെ കൃതികള്, ഇതൊക്കെ ഒരു ലളിതമായ ഭാവമാണ്. ഇപ്പൊ അതിനെ സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ അർദ്ധശാസ്ത്രീയ സംഗീതം എന്ന പേരിലൊക്കെ പറയുന്നു. കുറച്ചും കൂടി ലളിതമായ അവസ്ഥ വേണം. സാമൂഹ്യ പശ്ചാത്തലത്തോടു കൂടിയ നാടകങ്ങൾ വന്നപ്പോ ആ നാടകങ്ങളിലെ പാട്ടുകൾ ഉണ്ടായി. പിൽക്കാലത്ത് ചലച്ചിത്രം വന്നു. ചലച്ചിത്ര ഗാനങ്ങളിലെ ഗാനങ്ങൾ ഉണ്ടായി. ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉണ്ടായി. പക്ഷെ അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ഒരു സിനിമയിലാണെങ്കിൽ സിനിമയിലെ സന്ദർഭത്തിനനുസരിച്ചുള്ള ഗാനങ്ങളാവും. അപ്പൊ ആ ഗാനങ്ങളുടെ ഭാവം മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ ദൃശ്യവും കൂടി നമുക്ക് കാണണം. നാടകത്തിലായാലും അതേപോലെ തന്നെ. അപ്പോഴാണ് സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരു ഗാനശാഖയെ പറ്റിയുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ലളിതഗാനത്തിന് വേറൊരു ഭാവം വരുന്നത്. അപ്പോ ഒരു ലളിതഗാനം പാടുന്ന സമയത്ത് അവിടെ ദൃശ്യങ്ങളില്ല. ഈ സാഹിത്യത്തിലൂടെ, രീതിയിലൂടെ, ഈ ഗായകന്റെ ഗാനത്തിലൂടെ അതിന്റെ ഭാവം നമ്മൾ ആസ്വദിക്കണം. അങ്ങനെ വരുമ്പോ സാഹിത്യത്തിൽ എന്താണോ രസമുള്ളത്, നവരസങ്ങളിൽ ഏതാണോ, ശൃംഗാരമാണോ, ഭക്തിയാണോ, ഏത് രസമാണോ സാഹിത്യത്തിലുള്ളത്, അതിനനുസരിച്ച ഒരു രാഗത്തിൽ തന്നെ അത് നിബന്ധിക്കണം. അപ്പോഴാണ് അതിനൊരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരല്ലാത്തത് കൊണ്ടാകാം ചെറിയ ചെറിയ ഗമകങ്ങളോ അല്ലെങ്കിൽ കുറച്ചൊരു രാഗഭാവം കൂടുതൽ പ്രകടിപ്പിക്കുന്ന അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ അത് ക്ലാസിക്കൽ ടച്ചസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഒരു 4 വരി ഒരു പല്ലവി, ഗാനത്തിന്റെ പല്ലവി ഞാൻ പറയുന്നു. കല്യാണി രാഗമേളയിൽ പല്ലവി പാടിയ മണിവീണേ, നിന്നുടെ തന്ത്രിയിൽ ആരു ശ്രുതി ചേർത്തു മേച്ച കല്യാണി രാഗം. ഒരു ഗാനത്തിന്റെ പല്ലവിയാണത്. ഇത് 2 രീതിയിൽ നമുക്കൊന്ന് പാടി നോക്കാം. ആദ്യം കല്യാണി രാഗമേളയിൽ പല്ലവി പാടിയ മണിവീണേ, നിന്നുടെ തന്ത്രിയിൽ ആരു ശ്രുതി ചേർത്തു മേച്ച കല്യാണി രാഗം, മേച്ച കല്യാണി രാഗം, കല്യാണി രാഗമേളയിൽ. ഇതൊരു രീതി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ കല്യാണി രാഗമേളയിൽ പല്ലവി പാടിയ മണിവീണേ, നിന്നുടെ തന്ത്രിയിൽ ആരു ശ്രുതി ചേർത്തു മേച്ച കല്യാണി രാഗം, മേച്ച കല്യാണി രാഗം, കല്യാണി രാഗമേളയിൽ. ഇങ്ങനെ 2 രീതിയിൽ. ഇതിലേറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ്? സാഹിത്യത്തിന് തീർച്ചയായിട്ടും രണ്ടാമത്തത് തന്നെയാണ്. കാരണം
ആ സാഹിത്യം തന്നെ കല്യാണി രാഗത്തെ കുറിച്ചുള്ളതാണ്. അപ്പൊ കല്യാണി രാഗത്തിൽ തന്നെ അത് ട്യൂൺ ചെയ്യുക അല്ലെങ്കിൽ സംഗീതം കൊടുക്കുക കല്യാണി രാഗത്തിൽ തന്നെ എന്നുള്ളതാണ് ഏറ്റവും മെച്ചം. പക്ഷേ ഇതിപ്പോ ഉദാത്തമായൊരു സാഹിത്യമാണെന്നോ അല്ലെങ്കിൽ ഉദാത്തമായൊരു സംഗീത രീതിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇത് രണ്ട് കുട്ടികൾ ഈ രണ്ട് രീതിയിൽ ഒരു വേദിയിൽ മത്സരിക്കാൻ പാടി എന്നിരിക്കട്ടെ. വളരെ മനോഹരമായി രണ്ടുപേരും പാടി ഈ രണ്ട് രീതിയിൽ പാടി എന്നിരിക്കട്ടെ. എന്തായിരിക്കും ജഡ്ജസിന്റെ അഭിപ്രായം? ആദ്യം പാടിയ രീതിക്ക് അവർ പ്രാധാന്യം കൊടുക്കും. കാരണം എന്താണ്? രണ്ടാമത്തെ രീതിയിൽ പാടിയാൽ അതിൽ ക്ലാസിക്കൽ ടച്ചസ് വന്നു എന്നാണ് പറയുക. ക്ലാസിക്കൽ ടച്ചസ് വന്നു. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഇവിടെ എന്താ ഇനി പല്ലവി അനുപല്ലവിയും ചരണവും കിടക്കുന്നുണ്ട്, അതും കൂടി നോക്കണ്ടേ? ഇവിടെ ഈ ഭാഗത്തിൽ എന്താ ക്ലാസിക്കൽ എന്ന് പറയാൻ എന്താണോ കാരണം? കല്യാണി ഇങ്ങനെ ഒന്ന് പാടിയതാണ് അതിന് കാരണം. ഇതാണ് അവർ പറയുന്നത്. എന്നാൽ വിധി നിർണയിക്കുമ്പോൾ ശ്രുതി എന്നൊരു ഭാഗം അതിന് മാർക്കുണ്ട്. ഈ ശ്രുതി എന്ന് പറയുമ്പോൾ ഏതടിസ്ഥാനത്തിലാ? ശ്രുതി ശുദ്ധമായിരിക്കണം. ശ്രുതി ശുദ്ധമായിട്ടൊരു കുട്ടി പാടണമെങ്കിൽ ആ കുട്ടിക്ക് സ്വരസ്ഥാനം ഉറച്ചിരിക്കണം. അത് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ് മൂലമായാലും അഭ്യാസം കൊണ്ട് നേടിയ കഴിവായാലും സ്വരസ്ഥാനം ശരിയായിരിക്കണം. എന്നാലല്ലേ ശ്രുതി ശുദ്ധമാവുകയുള്ളൂ, അല്ലെ? അപ്പൊ അവരുടെ ശാസ്ത്രീയ പശ്ചാത്തലത്തിലാണ് അതിനെ വിലയിരുത്തുന്നത്. താളം എന്ന് പറയുമ്പോൾ അതും ശാസ്ത്രീയ രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ പാടുമ്പോൾ ഇവിടെ ലേശം ഗമകം കൂടി എന്നൊരൊറ്റ കാരണത്താൽ അത് ക്ലാസിക്കൽ ടച്ചസ് എന്ന് പറഞ്ഞ് തള്ളുന്നത് ശരിയാണോ? അത് നിങ്ങൾ ആലോചിക്കുക. അതെങ്ങനെ ശരിയാകുന്നത്? മാത്രമല്ല, തുല്യ രീതിയിൽ പാടുമ്പോൾ ഇപ്പൊ ഇങ്ങനെ രണ്ട് കുട്ടികൾ പാടിക്കഴിഞ്ഞാൽ തുല്യ രീതിയിലാണെങ്കിൽ മാർക്ക് ഏതിന് കൊടുക്കണം? ഇപ്പോ കല്യാണി ഇങ്ങനെ പാടണമെങ്കിൽ ഒരുപക്ഷെ UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കോ അങ്ങനെ വൃത്തിയായിട്ട് പാടാൻ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെ ഒരു കുട്ടി പാടുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ കഴിവല്ലേ, കുട്ടിയുടെ കഴിവിനെ അംഗീകരിക്കില്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? പിന്നെ ലളിത സംഗീതത്തിന് മാത്രമല്ല ഏത് വിഷയത്തിനും നമ്മൾ വിലയിരുത്തുമ്പോൾ ആ വസ്തുവിനല്ല, അവതരിപ്പിക്കുന്ന കുട്ടിക്കല്ലേ. ലളിത സംഗീതത്തിന് 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ പാഠമല്ല കൊടുക്കുന്നത്, ആ പാടുന്ന കുട്ടിയുടെ കഴിവിനെ അംഗീകരിക്കില്ലേ ചെയ്യുന്നത്. ആ കുട്ടിയുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള മാധ്യമം മാത്രമാണ് ഈ ഗാനം. എന്നാൽ സാഹിത്യത്തിനും എല്ലാറ്റിനും പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഇഞ്ച് മുന്നിൽ നിൽക്കുന്ന ഏതിനാ പ്രാധാന്യം? കുട്ടിയുടെ കഴിവിന് തന്നെയാണ്. എന്ന് വെച്ച് വളരെ മനോഹരമായിട്ട് വേണ്ടാത്തൊരു സാഹിത്യം പാടി, സഭായോഗ്യമല്ലാത്ത ഒരു സാഹിത്യം പാടിയ കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ ഇതും നോക്കുമ്പോൾ കുട്ടിയുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അപ്പോ ഇത്തരത്തിലുള്ള ചില തെറ്റായ ചിന്താ സരണികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉദാഹരണ സഹിതം ഇത് വ്യക്തമാക്കിയത്. അതേമാതിരി തന്നെ ശാസ്ത്രീയ സംഗീതമായാലും, ശാസ്ത്രീയ സംഗീതത്തില് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇപ്പൊ ഈ ലളിതം എന്ന ഭാവം പണ്ട് മുതലേ ഉണ്ടായി, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പദങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പൊ ചില കുട്ടികള് തോടി രാഗത്തില് അത്യാവശ്യം തെറ്റില്ലാത്ത രൂപത്തിൽ രാഗമൊക്കെ പാടും. പക്ഷെ കീർത്തനത്തിന്റെ കാര്യം വരുമ്പോ എന്താ ചെയ്യാ? പലരും ഈ പാട്ടങ്ങോട്ട് പാടും. അതൊരു കീർത്തനമല്ല, ഒരു പദമാണ്. ഇവിടെ മത്സരം എന്താണ്? ശാസ്ത്രീയ സംഗീത മത്സരമാണ് നടക്കുന്നത്. അതിൽ ഈ അതൊരു പദമാണ്, നൃത്തത്തിന് വേണ്ടി മാത്രമല്ല. അതിലെ ഭക്തിയൊന്നുമല്ല. കൃഷ്ണന്റെ ചെയ്തികളെ കുറച്ചും കൂടി ഒരു ഏഷണി എന്ന രൂപത്തിൽ ഒരു ഗോപസ്ത്രീ ചെന്നിട്ട്, അല്ലെങ്കിൽ ഗോപസ്ത്രീ അല്ലെങ്കിൽ മറ്റാരോ എന്ന് യശോദയോട് പറയുന്നതാണ് രംഗം. അതിൽ ഭക്തിയൊന്നുമില്ല. ഒരുപക്ഷെ പരോക്ഷമായിട്ട് കൃഷ്ണനോടുള്ള ഭക്തിയോ ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം വികാരത്തോടു കൂടി ഒന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞതായിരിക്കാം, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നല്ല. തോടിയിൽ ഇഷ്ടം മാതിരി കീർത്തനം വേറെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ശുദ്ധമായിട്ട് അവതരിപ്പിക്കണം. ഇതിന് ചിലപ്പോൾ മാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഞാനാണെങ്കിൽ കൊടുക്കില്ല, കാരണം കീർത്തനം ഇഷ്ടമാതിരി ഉണ്ട് ഇവിടെ. പിന്നെ എന്തിനായി ഇങ്ങനത്തെ വേണ്ടാത്ത ഒക്കെ കൊണ്ടേ പാടുന്നു? ഒരു കച്ചേരിക്കൊക്കെ അത് പ്രശ്നമില്ല. ഒരു കച്ചേരിക്ക് പാടി തോടിയിൽ എന്ത് നിങ്ങൾ പാടിക്കോളൂ, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ മത്സരം എന്ന് വരുമ്പോ അതിന് ചില നിയമങ്ങളുണ്ട്.
അതേമാതിരി തന്നെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ. ഇപ്പോ ഒരു പ്രസംഗമാണെങ്കിൽ കുട്ടി പറയും, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ഇന്ന വിഷയം, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ളത് ഇന്ന വിഷയം എന്ന്. കഥാപ്രസംഗമാണെങ്കിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കഥ ഇന്നത് എന്ന് പറയും. കവിതയാണെങ്കിൽ ഞാൻ ഇന്ന ആളുടെ കവിതയാണ് ചൊല്ലുന്നത് എന്ന് പറയും. പക്ഷെ ശാസ്ത്രീയ സംഗീതത്തിന് ഇങ്ങനൊരു പറയുന്ന പരിപാടിയില്ല. ഞാൻ പാടാവുന്ന രാഗം ഇന്നത്, രാഗം കല്യാണി രാഗം, താളം മിശ്രജാപ്പ്, ത്യാഗരാജകൃതി അല്ലെങ്കിൽ സ്വാതി തിരുനാൾ കൃതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പം? അതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട്. കാരണം ജില്ലാ സംസ്ഥാനം ഒക്കെ പ്രശ്നമില്ല, പക്ഷെ ഉപജില്ലകളിലൊക്കെ അത്രയും വലിയ കഴിവുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല വിധി നിർണയത്തിന് വരുന്നത്. സംഗീതം എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് ചിലപ്പോൾ രാഗം കേട്ടാൽ മനസ്സായിക്കൊള്ളണമെന്നില്ല. അപ്പം നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രാഗമാണല്ലോ എന്നൊരു ധാരണ വരും. കാരണം ഈ 3 ജഡ്ജസിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കുറച്ച് വിവരം ഉണ്ടാകും. ബാക്കി എല്ലാവരും ഒരേമാതിരി ആയിക്കൊള്ളണമെന്ന് മാത്രമല്ല. അപ്പൊ അങ്ങനെ ചില പരിമിതികൾ നമുക്കുണ്ട്. മാത്രവുമല്ല, ഇനി അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ മത്സരം കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥിയെ ജഡ്ജസ് അടുത്ത് വിളിച്ച് ചോദിക്കണം, ഏത് രാഗമാണ് കുട്ടി പാടിയത്, ഏത് താളമാണ്, ആരുടെ കൃതിയാണ്. കാരണം എന്താണ്? ജ്ഞാനഭാവം എന്നൊരു ഭാഗമുണ്ട്, അതിനൊരു മാർക്കുണ്ട്. ഈ ജ്ഞാനഭാവം അറിയണമെങ്കിൽ അവനവൻ പാടിയ പാട്ടിന്റെ രീതിയും രാഗവും കുട്ടിക്ക് അറിയണ്ടേ, ആരുടെ കൃതിയെന്നറിയണ്ടേ, അതെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ, അതും കൂടി ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കാരണം പലപ്പോഴും അർഹിക്കപ്പെടുന്ന കുട്ടികൾ പുറത്തു പോകാറുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയില് പല സ്ഥലത്തും കണ്ടുവരുന്ന ഒരു പ്രവണത, ശാസ്ത്രീയ സംഗീത മത്സരത്തിന് കുട്ടി ഒരു രാഗം പാടും, പക്ഷെ കീർത്തനം പാടുന്നത് വേറെയായിരിക്കും. അതെങ്ങനെയത്? ഒരിക്കലും ഉണ്ടായി, എനിക്ക് തന്നെ അനുഭവമാണ്. ഒരിക്കൽ കുട്ടി അതിമനോഹരമായിട്ട് കല്യാണി രാഗം പാടി, കീർത്തനം പാടിയത് സാരസാക്ഷ പരിപാലയം പന്തുകുരാളി കീർത്തനം. എങ്ങനെ അതിന് മാർക്ക് കൊടുക്കുക? അപ്പോ ഏത് രാഗമാണോ നമ്മൾ പാടുന്നത് അതിന്റെ കീർത്തനമായിരിക്കണം, അല്ലെങ്കിൽ ഏത് കീർത്തനമാണോ നമ്മൾ പാടുന്നത് അതിന്റെ രാഗമായിരിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. അതുവരെ നമസ്കാരം.